ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഹരീഷ് രുക്മിണിയോട് പറയാം, അമ്മേ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടെങ്കിലും എനിക്ക് നല്ല മനപ്രയാസമുണ്ട് അവളുടെ കാര്യം ഓർത്ത്. എന്ത് ചെയ്യാനമ്മേ, അവളൊരു രോഗിയായി പോയില്ലേ? മറ്റെന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, അവളൊരു മനോരോഗിയായി പോയില്ലേ? നമ്മളിൽ ഒരാളെ അവൾ എന്തായാലും കൊല്ലും. അവൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ലായിരിക്കും മോനെ. ആ കുടുംബത്തിലൊരല്പം മാന്യതയും അന്തസ്സും ഒക്കെ ഉള്ളത് ആ കൊച്ചിന് മാത്രമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അതിൻ്റെ അവസ്ഥ അതായി പോയില്ലേ മോനെ? എനിക്ക് പറ്റിയ ഒരു തെറ്റായി പോയമ്മേ അത്. ആ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു ബന്ധം പാടില്ലായിരുന്നു. ചതിക്കാനും വഞ്ചിക്കാനും മാത്രം അറിയാവുന്ന കുറേ ആൾക്കാരുള്ള വീട്, എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്ത ദുഷ്ടന്മാർ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഹരീഷ് എഴുന്നേറ്റ് പോവുക. രുക്മിണിക്ക് ഇതിപ്പര ഒരു സന്തോഷമില്ല. സന്തോഷത്തോടെ രുക്മിണി പറയാം, നിന്റെ അച്ഛനെ ഞാൻ കൂച്ചുവിലങ്ങിട്ട് തളച്ച്, പിന്നാണോടാ നിന്നെ. വേണിവട്ടനാണെങ്കിൽ കുറച്ച് വിറകെല്ലാം അങ്ങനെ കീറി കൂട്ടുക. പ്രിയ എൻ്റെ ആദ്യമേടെ അങ്ങോട്ട് ചെല്ലുക. പ്രിയ പറയാം, എൻ്റെ അച്ഛ എന്തിനാ ഈ വിറകെല്ലാം ഇങ്ങനെ കീറി കൂട്ടുന്നത്? ഈ വീടൊരു പുകപ്പുരയാക്കാനാണോ? വിറകിട്ട് കത്തിച്ച് കത്തിച്ച് ശ്വാസം മുട്ടുക. ഇപ്പം കേരളത്തിൽ ആരും ഇങ്ങനെ വിറകിട്ട് വീട്ടിൽ കത്തിക്കത്തില്ലച്ചാ. വേണിവട്ടൻ പ്രിയ ഇട്ട് കളിയാക്കുക. എടി, ഗ്യാസിന് ക്ഷാമം വന്നാൽ പിന്നെ എന്തു ചെയ്യും? രാധമ്മ പറയാം, ഗ്യാസിൻ്റെ ക്ഷാമം കാരണം ഹോട്ടലുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുവാണെന്നാ പറയുന്നത് കേട്ടത്. എടി പ്രിയേ, ഈ ഗ്യാസൊക്കെ വരുന്നതിന് മുമ്പേ ആളുകൾ ഇതൊക്കെ കത്തിച്ച ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിറകിൻ്റെയൊക്കെ തീയിൽ ആഹാരം പാചകം ചെയ്യുമ്പോഴേ ശാസ്ത്രീയമായ പല വശങ്ങളും ഉണ്ട്. വീടിനകത്തും പുറത്തും പുക പരത്തുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. അങ്ങനെ കുറെ കീടങ്ങളും കൊതുകുകളും ഒക്കെ അങ്ങോട്ട് നശിച്ചു പോവും. അയ്യോ അച്ഛാ, അതാണോ? ഇവിടെ ഒരു കീടം ഉണ്ടായിരുന്നു, അതിപ്പോ ഉഗാണ്ട വഴി അങ്ങ് ദുബായിലെത്തിയോ എന്തോ. നിന്റെ അമ്മായിയമ്മയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോടി? ഇല്ലച്ചാ, ഒരു വിവരം ഇതുവരെ കിട്ടിയില്ല. എന്തൊക്കെയായാലും അവരിവിടുന്ന് പോയിക്കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നുന്നച്ചാ. രാജു പുറത്തോട്ട് വന്ന് നിൽക്കുക. അപ്പോഴതാണ്ട് ഹരീഷ് അതുവഴി പോകുന്നുണ്ട്. രാജു ഓടിപ്പോയി ഹരീഷിനെ പിടിച്ചു നിർത്തിട്ട്, എടാ ഹരീഷ്, നീ പഠിക്കക്കൂടെ പോയിട്ട് എന്താണ് ഒരു മൈൻഡ് പോലും ചെയ്യാതെ പോയത്? ഞാൻ നിങ്ങളെയൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ഹരീഷെ നമ്മൾ സംസാരിച്ചപ്പോൾ. ഞാൻ എന്ത് സംസാരിച്ചെന്നാ? നമ്മൾ ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെ ആ വീട്ടിലോട്ട് നോക്കുമ്പം തന്നെ ഒരു നീറ്റല്ല. ചതിയിൽ കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വീടല്ലേ അത്. എടാ ഹരീഷ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ തമ്മിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയതല്ലേ. എന്ത് കോംപ്രമൈസ്? ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്ര ഹരീഷ് നടന്നങ്ങ് പോവുക. ശങ്കരൻ വീണ്ടും തെങ്ങേ തന്നാണല്ലോ എന്ന് കരുതി രാജു ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുക. എന്നിട്ട് രാജു വിഷമത്തോടെ വീട്ടിലോട്ട് നടന്നു വരുമ്പോൾ വേണിവട്ടൻ രാജുവിനെ തന്നെ നോക്കി നിൽക്കുക. എന്താടാ, ഇതൊക്കെയാണപ്പം നിങ്ങളൊക്കെ എന്നിൽ നിന്ന് ഒളിക്കാൻ നോക്കിയതല്ലേ? എടാ രാജു, എന്തൊക്കെയായാലും സത്യം എന്നോട് തുറന്നു പറയണം. ഞാനിതൊക്കെ അറിയേണ്ടതല്ലേ? അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയാ ഒന്നും പറയാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അപ്പോൾ രാജു കഴിഞ്ഞ ദിവസം ഋതികയും രാജുവും സാവിത്രിയും എല്ലാവരും കൂടി ഹരീഷിനെ വളഞ്ഞു നിർത്തി സംസാരിച്ചതും ഹരീഷിനെ നല്ലതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതും എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുവാണ്. എടാ രാജു, എന്നായാലും ചെന്നായുടെ കുഞ്ഞ് മാങ്കുട്ടിയുടെ സ്വഭാവം കാണിക്കുവോടാ. ഇവനാ രുക്മിണിയുടെ തനി സ്വഭാവമാണ്. അവനാ കുണം കാണിക്കാതിരിക്കൂ. എന്നാൽ ആ പെങ്കൊച്ച് രമ്യ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ആ ഗോപിപ്പിള്ളയെ പോലെ കുറച്ച് മനുഷ്യപ്പറ്റൊക്കെ ഉള്ളൊരു കൊച്ചായിരുന്നത്. ഇവനാ തനി നെറികെട്ട തള്ളയുടെ സ്വഭാവമാണ്. മോനെ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. ആ നാശം പിടിച്ചവൻ്റെ കയ്യിൽ നിന്ന് നിന്റെ അനുജത്തി രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലായിരിക്കും. ഋതിക പറയാ, അങ്കിളെ അതങ്ങനെയല്ല. ഹരീഷ് ഒരു ദുഷ്ടനൊന്നുമല്ല. ആയിക്കോട്ടെ, അവനെ എത്ര വേണേലും നിങ്ങൾ പുണ്യാളനാക്കിക്കോ. അനുഭവം വന്നാലേ നിങ്ങളൊക്കെ പഠിക്കൂ, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി. രാജു, ഇങ്ങനെയാ ഹരീഷിൻ്റെ പോക്കങ്ങൾ നമ്മൾ ശ്രീയോടിനി എന്തു പറയും? ശ്രീലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീലക്ഷ്മി രാജുവിനോട് പറയാം, ഹരീഷിനെ വിളിച്ചിട്ട് വന്നില്ലേ? ഞാൻ ഇവിടെ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് ശ്രീ ഒന്നുമല്ല, അവൻ എന്തോ ഒരു തിരക്ക്, അവൻ പിന്നെ വരും എന്നും പറഞ്ഞ് ഋതികം കൂട്ടിക്കൊണ്ട് രാജുവിന് അധികം നേരം നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് അങ്ങ് പോവുകയാണ്. ഋതിക ജഗന്നാഥൻ്റെ കണ്ടീഷൻ അറിയാൻ ഡോക്ടറെ പോയി കാണുന്നുണ്ട്. അതേ കണ്ടീഷൻ തന്നെ ആണല്ലോ ഋതിക, ഒരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ? ഇനി ഈ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ഡോക്ടറെ, അങ്ങനെ ഒരു അത്ഭുതം നടത്താൻ കെൽപ്പുള്ള ഒരാൾ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഋതിക അതൊക്കെ എന്നോട് മുന്നേ പറയാഞ്ഞത്? അത് ആളെ കിട്ടാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ടാണ്. ഋതിക ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ അമ്മാവനാണ് ഡോക്ടറെ. എൻ്റെ അമ്മയുടെ വല്യച്ഛൻ്റെ മകൻ. അന്ന് ബോംബ് ബ്ലാസ്റ്റായി എൻ്റെ അച്ഛൻ കിടന്നപ്പോഴേ അങ്ങനെ കോമാ സ്റ്റേജിൽ കിടന്ന എൻ്റെ അച്ഛനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയത് എൻ്റെ ഈ അമ്മാവനായിരുന്നു. ഡോക്ടർക്ക് ഓർമ്മയില്ലേ എൻ്റെ അമ്മാവന്? ഓ, ഡോക്ടർ ദേവദത്തൻ. ഋതിയെ, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. മെഡിക്കൽ സയൻസിന് വളരെ അത്ഭുതമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇന്ത്യയിലില്ലല്ലോ, കൂടുതൽ സമയം വിദേശത്തല്ലേ. ഒരു ജീവന് വേണ്ടിയല്ലേ ഋതിക തപ്പിപ്പിടിച്ച് നോക്ക്, കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം.
അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ രാജുവിനെ പറയുന്നത്, രാജു, ജഗന്നാഥൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഹൃതിയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ ദേവദത്തൻ നിങ്ങളുടെ ബന്ധുവല്ലേ, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്, ഇനി ജഗന്നാഥനെ രക്ഷപ്പെടുത്താൻ അതേ ഒരു മാർഗമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോയി. രാജു, അമ്മാവനെ വിളിച്ചാൽ കിട്ടുമോ? ഋതു, ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, ഒടുവിൽ ദേവദത്തൻ സാറിനെ കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് പറഞ്ഞു. പക്ഷേ ഡോക്ടറുടെ മറുപടി നിരാശയുള്ളതായിരുന്നു. ജഗന്നാഥനെങ്കിൽ ഒരിക്കലും എഴുന്നേക്കാൻ പോകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ എന്തു ചെയ്യും രാജു? എൻ്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ജഗനെങ്കിൽ തിരിച്ചു വരണം. അത് ദൈവത്തിനും അറിയാവുന്നതല്ലേ. ഞാൻ അങ്കിളിനെ എഴുന്നേൽപ്പിക്കും രാജു, അത് തീർച്ച. ഋതു, ജഗനെങ്കിൽ തിരിച്ചു വന്നേ പറ്റൂ. അംബികയുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ച് വർമ്മ സാറിനെ രക്ഷിച്ച് അമ്മയെയും വർമ്മ സാറിനെ ഒന്നിപ്പിക്കണമെങ്കിൽ ജഗനെങ്കിൽ സാക്ഷിയായിട്ട് വരണം. കരഞ്ഞോണ്ട് ഹൃതിയെ പറയാം. അങ്ങനെയാണെങ്കിൽ ജഗനങ്കിളെ നമുക്ക് തിരിച്ചു തരും, ഇത് ഉറപ്പാ രാജു. പ്രതാപൻ ഹോളിലെ സെറ്റിയിൽ ഇങ്ങനെ എന്തോ ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. അംബിക അത് കണ്ടുകൊണ്ട് അടുത്തോട്ട് വരുവാണ്. ആ സമയത്ത് യാമിനിയും അത് വന്ന് നോക്കുവാണ്. അംബിക മനസ്സിൽ പറയാ, പ്രതാപൻ എന്തോ സ്വപ്നം കാണുമെന്ന് തോന്നുന്നു. ഈ 50-56 വയസ്സ് അത്ര വലിയ കൂടിയ വയസ്സൊന്നും അല്ല. അവൻ സ്വപ്നം കാണട്ടെ. നമ്പൂതിരിപ്പെണ്ണ് സംയുക്ത തന്നെ ആണോ ഇവനിനി സ്വപ്നം കാണുന്നേ? വരട്ടെ, ഞാൻ എല്ലാം ശരിയാക്കി കൊടുക്കാം. അംബികയുടെ ആ നോട്ടമൊക്കെ കണ്ടിട്ട് യാമിനി മനസ്സിൽ പറയാം, ദൈവമേ, ഇവരുടെ നോട്ടം കണ്ടിട്ട് എന്തോ പേടിയാകുന്നല്ലോ. ഈ വീട്ടിൽ എന്തോ അടുത്ത കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാ തോന്നുന്നത് അവരുടെ നോട്ടം കണ്ടിട്ട്. നീ എന്താടി യാമിനി തീ പാറുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കുന്നത്? ഓ, നിങ്ങളുടെ മട്ടവും ഭാവവും കണ്ടങ്ങ് നോക്കിയതാ. അത് നിനക്കറിയില്ലേ, 64 ഭാവമുള്ള ഭദ്രകാളിയെ പോലെയാണ് ഈ അംബിക. ഇപ്പോഴെനിക്ക് ശാന്തഭാവ. വേണമെങ്കിൽ ഞാൻ രൗദ്രവാക്കാടി. ഞാൻ പ്രതാപൻ്റെ അടുത്തോട്ട് പോകുന്ന കാണുമ്പോൾ നിനക്കൊരു സംശയം, ഞാൻ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി പോവുകയാണെന്ന്. ഞാൻ പോകുന്ന കാര്യസാധ്യത്തിന് തന്നെയാ, അതെനിക്കല്ലെന്ന് മാത്രം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ വളരെ നല്ലത് തന്നെ. അംബികാവർമ്മ എന്ന ഞാൻ പ്രതാപവർമ്മ തമ്പുരാൻ എന്ന എൻ്റെ ആങ്ങളയോട് ഒരു കല്യാണക്കാര്യം അറിയിക്കാനാ പോന്ന്. കല്യാണമോ? ആരുടെ? അതൊക്കെ ഞാൻ പിന്നെ വഴിയെ അറിയിച്ചോളാം നിന്നെ. അതുകൊണ്ട് യാമിനി, നീ ഇവിടെ തന്നെ നിൽക്കണേ. നീ ഈ കുടുംബത്തിലെ ഒരംഗമല്ലേ, അതുകൊണ്ട് നിന്റെ സാന്നിധ്യവും എനിക്ക് ആവശ്യമാണ്. ഈ പെണ്ണും പുള്ളിയുടെ ഭാവമാറ്റം കണ്ടാലേ അറിയാം എന്തോ ഒരു ചതിക്കുള്ള വഴിയാണെന്ന്. എന്തായാലും പിള്ളേരെ വിളിച്ചതൊന്ന് അറിയിക്കണമല്ലോ. യാമിനീൻ്റെ മനസ്സിൽ വിചാരിച്ചത് എന്താണോ? രാജുവിൻ്റെയും ഹൃതിയുടെയും കാര്യമല്ലേ. നീ ഒരു കാര്യം ചെയ്യുക, അവരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചോ. ഈ കാര്യം സംസാരിക്കുമ്പോൾ അവരൂടെ വേണ്ടത് ആവശ്യമാണല്ലോ. ഉടനെ തന്നെ യാമിനി ഹൃതിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഒരു അത്യാവശ്യമുണ്ട്, നിങ്ങൾ എളുപ്പം ഇങ്ങോട്ട് വാ, ഞങ്ങളങ്ങോട്ട് വരുവാ ചെറിയമ്മേ. അമ്പിയക്കള്ളി വല്ലാത്ത ഒരു ഇളിച്ച ചിരിയുമായിട്ട് പ്രതാപൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ചോദിക്കുന്നു, നീ ഇപ്പം ഫ്രീ ആണോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അതല്ല മോനെ, നീ വല്ല എൻഗേജ്ഡ് ആണോ എന്ന് അറിയാൻ ചോദിച്ചാ. ഏയ് ഇല്ല ചേച്ചി, അത് വേറൊന്നും അല്ല പ്രതാപ, എനിക്ക് വളരെ ഗൗരവമുള്ള ഒരു കാര്യം നിന്നോട് സംസാരിക്കണം. എന്ത് കാര്യമാ ചേച്ചി പറ. അപ്പോൾ യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ട യാമിനി ഇങ്ങോട്ട് വന്ന, യാമിനിയും കൂടെ വേണം. എന്നിട്ട് അംബിക പറയാം, പലരുടെയും പല കാരണങ്ങൾ കൊണ്ട് ദാമ്പത്യ ജീവിതം തകർന്നു പോകാറുണ്ട്. മാരേജ് ലൈഫ് തകരാൻ കാരണം ചേർച്ചയില്ലായ്മ തന്നെയാണ്. പിന്നാണെങ്കിലോ മാനസികമായ പൊരുത്തക്കേടുകളും. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിട്ടുവീഴ്ചകൾ ചെയ്യാനും സഹിക്കാനും ഇന്നത്തെ കാലത്ത് ആരും തയ്യാറല്ല. ഒരു പ്രാവശ്യം ദാമ്പത്യ ജീവിതം തകർന്നുവെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അടുത്തൊരു ശ്രമം കൂടി നടത്തിയാൽ ആ ഫാമിലി ലൈഫ് വിജയിച്ചാലോ? ചേച്ചി എന്തൊക്കെയോ മനസ്സിൽ വെച്ചാ പറയുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയും. മോനെ പ്രതാപ, ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി അത് തന്നെയാ പറഞ്ഞത്. ചേച്ചി ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനെന്ന്. ഈ വീട്ടിൽ ഉടനെ ഒരു വിവാഹം നടക്കണം. ആ സമയത്ത് രാജുവും ഹൃതിയെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വിവാഹോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഹൃതിയയ്ക്ക് വല്ലാത്തൊരു ഷോക്കാകുന്നുണ്ട്. സംയുക്തയുടെ കാല് തട്ടി വീഴാനൊരുങ്ങിയപ്പോൾ പ്രതാപം പിടിച്ച രംഗമൊക്കെ പെട്ടെന്ന് ഹൃതിയുടെ മനസ്സിലോട്ട് ഓടി വരുക. ഹൃതിക ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നിട്ട്, ഈ വീട്ടിലൊരു കല്യാണമോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അംബിക, ദേ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ആങ്ങളയോടാ. നീ അവിടെ അങ്ങനെ അടങ്ങി നിൽക്ക്. നിങ്ങൾ പറയുന്ന എല്ലാ മര്യാദകളിലും കേട്ട് അടങ്ങി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ വീട്ടിൽ തുടരെ പ്രശ്നങ്ങളുണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം. അത് അച്ഛൻ തിരിച്ചറിയണം. ഹൃതികെ, നീ ആദ്യം ദേഷ്യപ്പെടാതൊന്ന് നിൽക്കി. ചേച്ചി പറയുന്നത് എന്താണെന്ന് ആദ്യം ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ. ചേച്ചി പറ, ആരുടെ കല്യാണം? പ്രതാപ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. എല്ലാം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. ജോത്സരെ ഇങ്ങോട്ട് കയറി വന്നോളൂ. അംബികയുടെ പഴയ കള്ളൻ ജോത്സരെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വർമ്മ സാറിൻ്റെയും ഈ കുടുംബത്തെയും പ്രശ്നങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അംബിക മാഡം ജ്യോതിശാലയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഋതു, ഇതിവരുടെ പുതിയ ഉടായ്പ.
അംബികയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ജോത്സ്യരങ്ങനെ കള്ളത്തരങ്ങൾ ഓരോന്ന് തട്ടിവിടുക. പ്രത്യക്ഷത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറകെ പറയാം. ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണമെങ്കിൽ ഐശ്വര്യവതിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഈ വീട്ടിലോട്ട് കടന്നു വരണം. രാജു, എന്തൊക്കെ ഇയാൾ പറയുന്നത്? ഋതു ഒന്ന് വെയിറ്റ് ചെയ്യ്, അയാൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാമല്ലോ. ശാലിനിയും മഹാലക്ഷ്മിയായ ഒരു കുടുംബിനി ഈ വീട്ടിലൊക്കെ ഇതുവരെയും കടന്നു വരാതിരുന്നത് മറ്റൊരു സ്ത്രീ കാരണമാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ വീട്ടിലോട്ട് വരാൻ സമയമായി. അവളുടെ വരവിനെ ആർക്കും തടയാൻ കഴിയില്ല. അഥവാ അതാരെങ്കിലും തടഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ ഇളക്കുന്ന പ്രവൃത്തിയായിരിക്കും ആ ചെയ്യുന്നത്. ഋതികയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് ജോത്സരെ ആര് വരുന്ന കാര്യമായി പറയുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അത് പറയണമെങ്കിൽ എനിക്ക് ഈ പൂജാമുറിയിൽ ഒരു പൂജ നടത്തണം. ഋതിക കളിയാക്കളുടെ പൂജയോ? രാഹുകാലത്തിന് മുമ്പേ പൂജ നടത്തണം, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഋതിക പറയാം, ഈ വീട്ടിലെ പൂജാമുറിയിൽ എൻ്റെ ചെറിയമ്മ ആവശ്യത്തിനുള്ള പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ജോത്സ്യരുടെ വക പ്രത്യേക പൂജ ഒന്നും വേണ്ട. മോളെ, ജോത്സ്യരെ തടയണ്ട, അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതിനുശേഷം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. അച്ഛാ, ദാണ്ട് ഇവർ ഈ ജോത്സ്യരെ വിലക്കെടുത്തോണ്ട് വന്ന് പറയുന്ന തരികിട പരിപാടി ഏതൊക്കെ. ഇവർ പണ്ടും ഇതുപോലത്തെ പല തറ നമ്പറുകളും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയൊക്കെ വിളിച്ചു വരുത്തി എനിക്ക് ഇരിക്കപ്പിണ്ടം നടത്താൻ ശ്രമിച്ചതൊക്കെ അച്ഛൻ ഓർമ്മയില്ലേ? അംബികയുടെ പൈസ എണ്ണി മേടിച്ചതല്ലേ. ഇനി വന്ന കാര്യം പറയാതെ പോയ അംബിക തല്ലിക്കൊല്ലും. ആ പേടിച്ചിട്ട് അയാൾ പറയാം, കുട്ടി, അത്തരം തട്ടിപ്പൊന്നും നടത്തുന്ന ആളല്ല ഈ ഞാനേ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച ആളാ. ഋതിക ചോദിക്കും, ഏത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്? ആർട്സ് ക്ലബ് പ്രസിഡന്റിന്റെ ആണോ? പ്രതാപ, നോക്കിക്കെ, ഇങ്ങനെ ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയാണോ? അംബിക പറയുന്ന വേദവാക്കായിട്ടെടുക്കുന്ന പൊട്ടൻ വർമ്മ പറയുക, ഋതികെ, നീ അടങ്ങിയിരിക്കെ, അയാൾ പൂജ ചെയ്യാനല്ലേ പോകുന്നത്, മറ്റൊന്നും ചെയ്യാനല്ലല്ലോ പോകുന്നത്. അംബികയെ കള്ള ജോത്സ്യനെ കൊണ്ട് പൂജാ റൂമിലോട്ട് പോവുകയാണ്. ഋതിക ദേഷ്യത്തോടെ, അച്ഛാ, ഇത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. പ്രതാപൻ ദേഷ്യത്തോടെ ചാടി എഴുന്നിട്ട്, എന്താ നീ പറയുന്നത്? എന്താടി ശരിയാവില്ലെന്ന് പറയുന്നത്? ആഹാ, അപ്പം അച്ഛൻ്റെ മനസ്സിൽ ഇതാണല്ലേ. അപ്പോൾ അച്ഛനും അംബിക അമ്മായിയും കൂടെ ചേർന്ന് നടത്തുന്ന നാടകമാണിതല്ല അല്ലേ? ഇവക്കിത് എന്ത് പറ്റി? രാജു, ഇവളെ വിളിച്ചോണ്ട് പോ, വെറുതെ എനിക്ക് BP കൂട്ടരുത്. രാജു ഋതിയെ വിളിച്ചോണ്ട് പോകുന്നത് കണ്ടോണ്ട് അംബിക ചിരിച്ചോണ്ട് വന്നിട്ട്, പ്രതാപ മോനെ, ജോത്സ്യര് പൂജ കഴിയുന്നത് വരെ മോൻ എങ്ങോട്ടും പോവല്ലേ. ഇല്ല ചേച്ചി, ഞാൻ ഇവിടെ തന്നെ കാണും. അംബിക കളിയാക്കലോടെ ഋതിയുടെ അടുത്തോട്ട് വന്നിട്ട്, ഹായ് മോളു, ചക്കര ടെൻഷൻ അടിച്ചിരിക്കുവാണോ? ദാണ്ട പെണ്ണുമ്പിള്ളെ, നിങ്ങൾ കളിയാക്കിയാലുണ്ടല്ലോ, എന്നെ ശരിക്കും അറിയാലോ നിങ്ങൾക്കെന്നെ. എടി, നിന്നെയും നിന്റെ ഭർത്താവിനെയും എനിക്ക് ശരിക്കും അറിയാമല്ലോ. എന്നെ കളിയാക്കൽ അംബികയെ നിന്റെ കാരണം അടിച്ച് ഞാൻ പുകയ്ക്കും. നിർത്തടി, വരട്ടല്ലേടി നീ എന്നെ. എന്താ ഞാൻ പറഞ്ഞാല്? ആ സ്ത്രീയായിട്ട് എൻ്റെ അച്ഛൻ്റെ കല്യാണം നടത്തിയാലേ നിങ്ങൾക്ക് സമാധാനമാകത്തില്ല അല്ലേ പെണ്ണുമ്പിള്ളെ? എടി ഋതികെ, നിനക്കും നിന്റെ ഭർത്താവിന് എന്തൊക്കെ സമാധാനക്കേടുകൾ ഉണ്ടാകുമോ അതൊക്കെ ഈ അംബിക ചെയ്തിരിക്കും. ജീവിതത്തിന്റെ മധ്യാഹ്ന വയസ്സിൽ നിൽക്കുന്ന നിന്റെ അച്ഛന് ആ നമ്പൂതിരി കൊച്ചിനോട് അങ്ങനെ ഒരു ഇംഗിതം ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നടത്തി കൊടുക്കേണ്ട നിന്റെ കടമയല്ലയോ മോളെ? വേണ്ട അംബികയെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അതിന് ഞാൻ അനാവശ്യമാണോ മോളെ പറഞ്ഞത്? നിന്റെ അച്ഛൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവനും വേണ്ടേ വാർദ്ധക്യ കാലത്തൊരു കൂട്ടൊക്കെ, കഷായമൊക്കെ തിളപ്പിച്ച് വായു ഗുളിയൊക്കെ കൊടുക്കാനൊരു സഹധർമ്മിണി. ആ നമ്പൂതിരി കൊച്ചിനാണെങ്കിൽ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ നന്നായിട്ട് ചൊല്ലാനും അറിയാം. അതൊക്കെ അവൾ നന്നായിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും. പ്രതാപന് വായു ഗുളിയും കഴിച്ച് ഏമ്പൊക്കെ ഇട്ടങ്ങനെ കിടക്കാം. വേണ്ട അംബികെ, എൻ്റെ അച്ഛനെ കളിയാക്കിയാലുണ്ടല്ലോ, ഇവിടിട്ട് കത്തിക്കും നിങ്ങളെ ഞാൻ. നീ ഒരു ചുക്കും ചെയ്യില്ല ഋതികെ. പ്രതാപനെ കെട്ടിയിടേണ്ടടുത്ത് ഞാൻ കെട്ടിയിടും. സംയുക്തയെങ്കിൽ സംയുക്ത. വേലിയിലിരുന്ന ഒരു പാമ്പായിരുന്നു സിസ്റ്റർ പവിത്ര. തൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചു തന്ന സിസ്റ്റർ പവിത്ര ഇപ്പോൾ പ്രതാപന്റെ ജീവനാ. അവൻ അവളെ അങ്ങ് കെട്ടട്ടടി. അങ്ങനെ വല്ലതും നടന്നാൽ അംബിക നിങ്ങളുമില്ല, പിന്നെ നിങ്ങളുടെ മകനുമില്ല. എടി ഋതികെ, ചത്തുകിടക്കുന്ന ജഗന്നാഥൻ ജീവൻ വെച്ച് എഴുന്നേറ്റ് നടന്നു വന്നാലല്ലേ നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ടാവും. അതിനാ ജഗന്നാഥൻ എഴുന്നേക്കണ്ടേ? എടി, അവനതിപ്പോ കോമയിലല്ലേ. അവൻ ഇനി ഒരിക്കലും എഴുന്നേക്കില്ല. അച്ഛനെയും അമ്മയും എല്ലാ തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റി ഒരുമിപ്പിക്കാവുന്നുള്ള നിന്റെ വ്യാമോഹത്തിന് എന്നേ തിരശീല വീണതാ. ഈ അംബിക വർമ്മ വെട്ടി നുറുക്കി നീക്കം ചെയ്തതാ. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദാമ്പത്യ ബന്ധം അതങ്ങനെ തന്നെ അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യും. അതാര് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും ഈ അംബിക തടഞ്ഞിരിക്കും. ഞാൻ പ്രതാപവർമ്മയുടെയും പത്മാവതി വർമ്മയുടെയും മകൾ ഋതികയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കും. അതെങ്ങാനും തകർക്കാൻ വന്ന അംബികയെ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ അംബികയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ് ഋതിക. എടി വിഡ്രി, എന്നെ വിഡ്രി എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട് രാജു അങ്ങോട്ട് ഓടി വരുവാണ്. ഋതു, നീ എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഋതികയെ പിടിച്ചു മാറ്റിയിട്ട്, ഋതു, പേപ്പട്ടി ആരെങ്കിലും തല്ലിക്കൊല്ലാൻ ശ്രമിക്കുവോ? നീ ഇങ്ങോട്ട് വന്നേ ഋതു എന്നും പറഞ്ഞ് ഋതികയെ വിളിച്ചോണ്ട് രാജു പോകുന്നു. യാമിനി പ്രതാപനോട് ചോദിക്കും, എന്തൊക്കെയാ ചേട്ടാ ഈ പൂജയൊക്കെ? ആരുടെ കല്യാണത്തെക്കുറിച്ചാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല യാമിനി.
എന്തായാലും പൂജ കഴിയുമ്പോൾ അദ്ദേഹം പറയുമല്ലോ. ശേഖരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായേനെ. അവൻ കോയമ്പത്തൂരിനും പോയി. ഇനി അവൻ എപ്പോഴാ യാമിനി വരുന്നേ? ഒന്നും പറയാൻ പറ്റില്ല, ശേഖരേട്ടൻ്റെ കാര്യമല്ലേ. അംബിക എങ്ങനെ കള്ള ജ്യോത്സ്യനെയും കൂട്ടി പ്രസാദമൊക്കെ ആയിട്ട് വന്ന് അംബിക പ്രസാദം പ്രതാപൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടുകൊടുക്കുവാണ്. യാമിനിക്ക് അംബിക പ്രസാദം നീട്ടുമ്പോൾ ആ യാമിനി വാങ്ങിക്കുന്നില്ല. പ്രതാപൻ അത് ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് യാമിനി ആ പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊടുന്നുണ്ട്. അപ്പോൾ രാജുവും ഋതികയും കൂടെ അങ്ങോട്ട് വരിക. ഋതികയുടെ നേരെ അംബിക പ്രസാദം എന്ന് പറയുമ്പോൾ ഋതിക ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അത് വാങ്ങിക്കാതെ. പ്രതാപൻ ജ്യോത്സ്യരോട് ചോദിക്കുക, രാഹുകാലമൊക്കെ കഴിഞ്ഞില്ലേ ജ്യോത്സ്യരെ, നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറയുമ്പോൾ ദാണ്ട ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. മോനെ ദീപക്കെ ഇങ്ങോട്ട് വാടാ എന്നിങ്ങനെ അംബിക പറയുക. പെട്ടെന്ന് രാജുവും ഋതിയും യാമിനിയെല്ലാം ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ദീപക്കിനെ വെച്ച് കളിക്കാനാണോ ഇനി പോകുന്നത്? ഇനി രാജുവിനെയും ഋതിയെയും മിരട്ടാൻ വേണ്ടി അംബിക നടത്തിയ നാടകമാണോ ഇനി ദീപക്കിൻ്റെയും ദിവ്യയുടെയായിട്ടുള്ള കല്യാണം നടത്താനാണോ? അല്ലെങ്കിൽ ചിലപ്പോൾ ദീപക്കിൻ്റെയും അനന്തംപിള്ളയുടെ മകളുമായിട്ടുള്ള വിവാഹം നടത്താനാണോ പ്ലാൻ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.